സുഹൃത്തുക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാൻ വയ്യട്ടോ, ചിരിച്ച് മരിച്ച്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുന്ന കോക്രോച്ച് എന്നൊരു പാർട്ടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോക്രോച്ചിനെ പേടിക്കുന്ന അതിശക്തമായ ഭരണാധികാരികൾ, ലോകത്തിനെ വിറപ്പിച്ച ഭരണാധികാരികൾ കോക്രോച്ചിനെ കണ്ടിട്ട് പേടിച്ചിട്ട് തൂറുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. എന്നിട്ട് അവരുടെ എന്താ പറയുക സൈറ്റും അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജുകളും എല്ലാം പൂട്ടിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല ഇവന്മാർക്ക് എന്താണ് ഇത്ര പേടി എന്നുള്ളത്. എന്തായാലും ഇവന്മാരിപ്പോൾ പേജുകളുണ്ട്, അവരെന്താണ് ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ തീവ്രവാദികളാണെന്നും അതുപോലെ തന്നെ ഇത് തീവ്രവാദം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് വ്യാജ പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജെമിനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങളത് കേൾക്കുക പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ജെമിനിയോട് ഓൾറെഡി ചോദിച്ചു വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് കേൾക്കുക. ആരാണ് ഇതിന്റെ പുറകിൽ നിന്നൊക്കെ അറിയണ്ടേ? കോക്രോച്ച് ജനതാ പാർട്ടി -CJP എന്നാണ്. സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആക്ഷേപഹാസ്യ പൊളിറ്റിക്കൽ സാറ്റയർ പ്രസ്ഥാനമാണിത്. ഈ പാർട്ടിയെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ആരാണിത് നടത്തുന്നത്? ഇതിന്റെ പുറകിലെ കാരണമെന്ത്? സ്ഥാപകൻ ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റും ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്ററുമായ അഭിജിത് ദിപ്കെയാണ് 2026 മെയ് 16 ഈ പാർട്ടി രൂപീകരിച്ചത്. കാരണം 2026 മെയ് 15 ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് കോക്രോച്ചസ് ഉപമിച്ചുകൊണ്ട് ഒരു പരാമർശം വന്നിരുന്നു. രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. ഈ പരാമർശത്തിന് മറുപടിയായും രാജ്യത്തെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയെ പരിഹസിക്കാനുമാണ് അഭിജിത് ദിപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഈ ഡിജിറ്റൽ പ്രസ്ഥാനം ആരംഭിച്ചത്. അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം, വോയിസ് ഓഫ് ദി ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. 2. എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഏത് രാജ്യക്കാരാണിവർ? ഫോളോവേഴ്സ്. നിലവിലെ കണക്കുകൾ പ്രകാരം ഈ പ്രസ്ഥാനത്തിന് ഇൻസ്റ്റാഗ്രാമിൽ 10 ദശലക്ഷത്തിലധികം 10 മില്യൺ പ്ലസ് ഫോളോവേഴ്സും എക്സിൽ ട്വിറ്റർ 1,50,000-ലധികം ഫോളോവേഴ്സും 3,50,000-ൽ അധികം ആളുകൾ ഇവരുടെ വെബ്സൈറ്റിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തിട്ടുണ്ട്. രാജ്യം. ഇതിലെ ഫോളോവേഴ്സും അംഗങ്ങളും ഭൂരിഭാഗവും ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളും, ഉദാഹരണത്തിന് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ഇവർ പുറത്തിറക്കിയ ഹാൻഡ്മെയ്ഡ് ഹോം കോക്രോച്ച് എന്ന ഗാനം വലിയ തരംഗമായിരുന്നു. ചർച്ച ചെയ്യുന്നതിനാൽ ഇന്ത്യൻ യുവാക്കളാണ് ഇതിൽ വലിയ രീതിയിൽ പങ്കാളികളാകുന്നത്. 3. ഔദ്യോഗിക ലിങ്ക്. ഈ പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ലിങ്ക് ഇതാണ്: കോക്രോച്ച് ജനതാ പാർട്ടി .org ലിങ്ക്. ചുരുക്കത്തിൽ ഇതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ട്രോളുകളിലൂടെയും ആക്ഷേപഹാസ്യത്തിലൂടെയും വിമർശിക്കുന്ന യുവാക്കൾക്കിടയിൽ തരംഗമായി മാറിയ ഒരു ഓൺലൈൻ കൂട്ടായ്മയാണ്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ കേട്ടല്ലോ, ചുമ്മാ തമാശക്ക് കളിയാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഭവമാണ്. അതിനെപ്പോലും പേടിക്കുന്ന ഭരണാധികാരികൾ. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയും കൂടെ ഒന്ന് കണ്ടു കളയാം. യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഉള്ളിൽ രാജ്യസ്നേഹികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക. എന്നിട്ട് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. യഥാർത്ഥ രാജ്യത്തിൽ തീവ്രവാദികൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെയാണോ, അത് ഇതേപോലെ തന്നെ ഒരു ഓൺലൈനിൽ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാസമായിട്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് തീവ്രവാദം എന്നുള്ളത് കമൻറ്റിൽ പറയുക.